നമസ്കാരം. 2023 മെയ് കറണ്ട് അഫേഴ്സിലെ അടുത്ത ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ 2023 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ 2023 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൗദി വെള്ളയ്ക്ക. പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക ഭാഷയായ ടൊക്പിസനൽ പുറത്തിറക്കിയ ഇന്ത്യൻ ഗ്രന്ഥം. പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക ഭാഷയായ ടൊക്പിസിനൽ പുറത്തിറക്കിയ ഇന്ത്യൻ ഗ്രന്ഥം തിരുക്കുറൽ. പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതയാകുന്ന ആദ്യ വനിത. പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതയാകുന്ന ആദ്യ വനിത പർമീന്ദർ ചോപ്ര. മികച്ച നഴ്സിനുള്ള സിസ്റ്റർ ലിനി പുരസ്കാരം ജനറൽ നഴ്സിംഗ് വിഭാഗത്തിൽ നേടിയതാര്? മികച്ച നഴ്സിനുള്ള സിസ്റ്റർ ലിനി പുരസ്കാരം ജനറൽ നഴ്സിംഗ് വിഭാഗത്തിൽ നേടിയതാര്? പി ശ്രീദേവി. ഇന്ത്യയിൽ ആദ്യമായി റീഡിംഗ് ലോഞ്ചുള്ള വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യമായി റീഡിംഗ് ലോഞ്ചുള്ള വിമാനത്താവളം ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം. IPLൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എടുക്കുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. IPLൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എടുക്കുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് യുസ്വേന്ദ്ര ചാഹൽ. IPLലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി. IPLലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി യശസ്വി ജയ്സ്വാൾ. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ 2024 വേദി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ 2024 വേദി ഖത്തർ. ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർലാൻഡ്സ് ടു റൈസീന ഹിൽസ് രചിച്ചത്. ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർലാൻഡ്സ് ടു റൈസീന ഹിൽസ് രചിച്ചത് കസ്തൂരി റേ. CBIയുടെ പുതിയ ഡയറക്ടർ അനിൽ സൂദ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് കലുങ്ങും മുകൾ. ആറാമത് ഇന്ത്യൻ ഓഷൻ കോൺഫറൻസിന് വേദിയായത് ധാക്ക. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് അകറ്റാനും ലക്ഷ്യമിട്ട് കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് അകറ്റാനും ലക്ഷ്യമിട്ട് കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി നേർവഴി. 2023 നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങൾ. 2023 നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങൾ ദീപക് ബോറിയ, നിശാന്ത് ദേവ്, മുഹമ്മദ് ഹുസാമുദ്ദീൻ. 2023 മെയ് മാസത്തിൽ ഫിജിയുടെ പരമോന്നത ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ഫിജി പ്രധാനമന്ത്രി. 2023 മെയ് മാസത്തിൽ ഫിജിയുടെ പരമോന്നത ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ഫിജി പ്രധാനമന്ത്രി സിദിവെനി റബൂക്ക. 2023 പരാഗ്വേയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സാന്റിയാഗോ പെനെ. 2023 പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഉപഗ്രഹ വിക്ഷേപണ കമ്പനി. 2023 പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഉപഗ്രഹ വിക്ഷേപണ കമ്പനി വിർജിൻ ഓർബിറ്റ്. 2023 അന്തരിച്ച ഐറിഷ് ചലച്ചിത്ര നടൻ റേ സ്റ്റീവൻസൺ. പ്രവാസികൾക്ക് ഓൺലൈനായി കേരളത്തിലെ റവന്യൂ സർവേ സേവനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി നിലവിൽ വന്ന പോർട്ടൽ. പ്രവാസികൾക്ക് ഓൺലൈനായി കേരളത്തിലെ റവന്യൂ സർവേ സേവനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി നിലവിൽ വന്ന പോർട്ടൽ പ്രവാസി മിത്രം. 2023 ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് വേദി. 2023 ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സ് വേദി റാഞ്ചി. 1990 പ്രവാസി ഭാരതി ചട്ടം അനുസരിച്ച് പ്രസാർ ഭാരതിയുടെ റേഡിയോ ശൃംഖലയുടെ പേര് ആകാശവാണി എന്നാക്കിയതോടെ ഒഴിവാക്കപ്പെട്ട പദപ്രയോഗം. 1990 പ്രസാർ ഭാരതി ചട്ടം അനുസരിച്ച് പ്രസാർ ഭാരതിയുടെ ദേശീയ ശൃംഖലയുടെ പേര് ആകാശവാണി എന്നാക്കിയതോടെ ഒഴിവാക്കപ്പെട്ട പദപ്രയോഗം ഓൾ ഇന്ത്യ റേഡിയോ. കുട്ടികൾക്കായി
ഡിജിറ്റൽ ഹെൽത്ത് കാർഡ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. കുട്ടികൾക്കായി ഡിജിറ്റൽ ഹെൽത്ത് കാർഡ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 3.5 പതിറ്റാണ്ടുകാലത്തെ സേവനത്തിന് ശേഷം മെയ് 7 കൊച്ചിയിൽ ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ. 3.5 പതിറ്റാണ്ടുകാലത്തെ സേവനത്തിന് ശേഷം മെയ് 7 കൊച്ചിയിൽ ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS മഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ രാജസ്ഥാനിലെ ജില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ രാജസ്ഥാനിലെ ജില്ല നഗോർ. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ മലയാളം മിഷൻ നടപ്പാക്കുന്ന പദ്ധതി. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ മലയാളം മിഷൻ നടപ്പാക്കുന്ന പദ്ധതി അനന്യ മലയാളം. 2023 കേന്ദ്ര നിയമമന്ത്രിയായി നിയമിതനായത്. 2023 കേന്ദ്ര നിയമമന്ത്രിയായി നിയമിതനായത് അർജുൻ റാം മേഘ്വാൾ. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം തിരിച്ചുപിടിച്ച രാഷ്ട്രീയ പാർട്ടി. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം തിരിച്ചുപിടിച്ച രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്. 2023 അന്തരിച്ച കാരക്കുടി ആർ മണി ഏത് സംഗീതോപകരണത്തിലാണ് പ്രശസ്തി നേടിയത്? 2023 അന്തരിച്ച കാരക്കുടി ആർ മണി ഏത് സംഗീതോപകരണത്തിലാണ് പ്രശസ്തി നേടിയത്? മൃദംഗം. ഏത് രാജ്യത്തെ സംബന്ധിച്ച റിപ്പോർട്ടുകൾക്കാണ് അസോസിയേറ്റ് പ്രസിനും ന്യൂയോർക്ക് ടൈംസിനും പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത്? ഏത് രാജ്യത്തെ സംബന്ധിച്ച റിപ്പോർട്ടുകൾക്കാണ് അസോസിയേറ്റ് പ്രസിനും ന്യൂയോർക്ക് ടൈംസിനും പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത്? യുക്രൈൻ. വീട്ടിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തുന്ന കുടുംബശ്രീ പദ്ധതി. വീട്ടിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തുന്ന കുടുംബശ്രീ പദ്ധതി സാന്ത്വനം. ഒരു ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സൗജന്യ ഡയാലിസിസ് സെൻറ്റർ. ഒരു ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സൗജന്യ ഡയാലിസിസ് സെൻറ്റർ കാടാമ്പുഴ ദേവസ്വം ഡയാലിസിസ് സെൻറ്റർ. നവതി ആഘോഷിക്കുന്ന MD വാസുദേവൻ നായർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് തുഞ്ചൻ പറമ്പും സാംസ്കാരിക വകുപ്പും ചേർന്ന് നടത്തുന്ന പദ്ധതി. നവതി ആഘോഷിക്കുന്ന MD വാസുദേവൻ നായർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് തുഞ്ചൻ പറമ്പും സാംസ്കാരിക വകുപ്പും ചേർന്ന് നടത്തുന്ന പരിപാടി സാദരം MD. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള കമ്മീഷൻ. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള കമ്മീഷൻ JB കോശി കമ്മീഷൻ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതി. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതി ശലഭം. ചുമട്ട് തൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. ചുമട്ട് തൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി നവശക്തി പദ്ധതി. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം 2018. 1947 വിഭജനത്തെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ മ്യൂസിയം. 1947 വിഭജനത്തെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ മ്യൂസിയം ദാരാ ഷിക്കോ ലൈബ്രറി. 2023 മെയ് മാസത്തിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹം. 2023 മെയ് മാസത്തിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹം NVS-1. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ രണ്ടാമത് സാഹിത്യ പുരസ്കാരം നേടിയത്. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ രണ്ടാമത് സാഹിത്യ പുരസ്കാരം നേടിയത് VJ ജെയിംസ്. 2023 UPSC ചെയർമാനായി നിയമിക്കപ്പെട്ടത്. 2023 UPSC ചെയർമാനായി നിയമിക്കപ്പെട്ടത് മനോജ് സോണി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ പട്ടികവർഗ കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ കൂടി ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ പട്ടികവർഗ കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ കൂടി ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി കേരള ട്രൈബൽ പ്ലസ്. 2023 അവസാനത്തോടെ ASPA ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാനം അസം. 2023 അവസാനത്തോടെ AFSA ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാനം അസം. 2023 കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായി ചുമതലയേറ്റത്. 2023 കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായി ചുമതലയേറ്റത് രവനീത് കൗർ. 2023 പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ചെയർമാനായി ചുമതലയേറ്റത്. 2023 പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ചെയർമാനായി ചുമതലയേറ്റത് അനിൽ കുമാർ ജെയിൻ. UN ജനറൽ അസംബ്ലി സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം.
UN ജനറൽ അസംബ്ലി സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം നവംബർ 26. 2023 ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഏത് രാജ്യത്താണ്? 2023 ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഏത് രാജ്യത്താണ്? മൗറീഷ്യസ്. 2023 മെയ് മാസത്തിൽ 42ാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത്? 2023 മെയ് മാസത്തിൽ 42ാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത് ഇന്തോനേഷ്യയിലെ ലാബുവാൻ ബാജോ. ഗോൾഫ് റാങ്കിങ്ങിൽ ആദ്യ 50-ൽ എത്തുന്ന പ്രഥമ ഇന്ത്യൻ വനിതാ താരം? ഗോൾഫ് റാങ്കിങ്ങിൽ ആദ്യ 50-ൽ എത്തുന്ന പ്രഥമ ഇന്ത്യൻ വനിതാ താരം അദിതി അശോക്. 37ാമത് ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ പഞ്ചാബിലെ പരമ്പരാഗത ആയോധന കല ഗട്ക. 37ാമത് ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ പഞ്ചാബിലെ പരമോന്നത ആയോധന കല ഗട്ക. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രാഗ് റേസിംഗ് ഇവൻ്റ് വേദി? ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രാഗ് റേസിംഗ് ഇവൻ്റ് വേദി ഹൈദരാബാദ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. മെയ് മാസത്തിലെ കറണ്ട് അഫേഴ്സിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ഉടനെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.